വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. കിലുക്കത്തിലെ ജഗതിയുടെ ഡയലോഗാണ് കേട്ടോ. ഊട്ടിയിലെത്തിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. അപ്പോൾ 143 കിലോമീറ്റർ താണ്ടി നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ട്രാവൽ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിരുന്നു. നിൽഗ്രിസ് ഹിൽസിൻ്റെ ഇടയിലുള്ള ചെറിയൊരു പട്ടണം, അതാണ് ഊട്ടി. ചെറുപ്പത്തിലാണ് ഊട്ടിയിൽ വന്നിട്ടുള്ളത്, പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഊട്ടിയിൽ വരുന്നത്. എനിക്ക് അത്രയും അട്രാക്റ്റീവായിട്ട് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ തണുപ്പ് തന്നെയാണ്. പിന്നെന്താ, ക്യാരറ്റും ഊട്ടിപ്പൂവും ലേക്കും കുതിരസവാരിയും. ഇതാണ് ഹോട്ടൽ ടൂലിപ്സ്. ഇവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഊട്ടി നിന്നിട്ടും ഏകദേശം 2 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. ഈവനിങ് ഒക്കെ ആയി ഞങ്ങളിവിടെ എത്തിയപ്പോൾ. എന്നിട്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്നിട്ട് പുറത്തേക്ക് അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ്. ഇവിടെ തന്നെ വലിയൊരു മലയുണ്ട്, അതിലിങ്ങനെ ചെരിഞ്ഞിട്ട് നിറയെ വീടുകളുണ്ട്, തട്ട് തട്ടായിട്ട് കൃഷിയുണ്ട്. അവിടുന്ന് താഴോട്ടും നല്ല വ്യൂ ആണ്. തൊട്ടടുത്ത് തന്നെയായിട്ട് ശിവൻ്റെ ചെറിയൊരു കോവിലുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് വലിയൊരു മലയുണ്ട്. ഇതാണ് ടൂലിപ്സിൻ്റെ റൂംസ്. ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ കറങ്ങി നടക്കുകയാണ്. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇനി അവിടുത്തെ ചെടികളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഡെയ്സി പൂക്കൾ, നല്ല രസമുണ്ടല്ലേ. ഇത് കോൺ മാരിഗോൾഡ്, അവിടെ നിറയെ പൂത്ത് നിൽക്കുന്നത് കണ്ടു. താഴോട്ട് ഇറങ്ങുമ്പോൾ ഇരു സൈഡിലും കാണുന്നത് ടൂലിപ്സിൻ്റെ റൂംസ് ആണ്. നല്ല രസമാണ് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. അങ്ങനെ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ മാറാനായിട്ട് ഞങ്ങൾ ഒരു പവർ നാപ്പ് എടുത്തു. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ താഴോട്ട് ഇറങ്ങി സ്കൂട്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ വരുന്നു ട്രെയിൻ. നമ്മൾ പഴയ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഊട്ടിയിൽ വന്ന ഒരു ട്രെയിൻ മസ്റ്റാണല്ലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഇതുപോലൊരു ഓപ്പൺ സ്പേസ് കണ്ടു. നല്ല രസമാണ് അവിടെ നിന്നിട്ടുള്ള താഴോട്ടുള്ള വ്യൂ. അവിടെ നിന്ന് നല്ലൊരു സൺസെറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. തൊട്ട് പുറകിലായിട്ട് ഒരു മല ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നിറയെ കിളികളുടെ സൗണ്ട് കേട്ടിരുന്നു. കുറച്ച് സ്നാപ്സ് ഒക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് കനവ് വാലി വ്യൂ റിസോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് 2-3 ഡേയ്സ് ഒക്കെ സ്റ്റേക്കേഷന് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഹൗസസിൻ്റെ ഒക്കെ ആർക്കിടെക്ചറൊക്കെ നല്ല രസമാണ്. ഒരു 6 o'clock കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി. ഗോൾഡൻ അവേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് സൺസെറ്റിൻ്റെ സമയത്ത് സൺലൈറ്റ് തൊട്ട് അപ്പുറത്തുള്ള ഹിൽസിൽ തട്ടിയിട്ട് എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് ടൗണിലൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. സൺസെറ്റ് കഴിഞ്ഞപ്പോൾ സ്കൈ കാണാൻ എന്തു ഭംഗിയായിരുന്നു. രാത്രി ആയപ്പോൾ തണുപ്പൊക്കെ കൂടി വന്നു. അപ്പോൾ ഫൈനലി നമ്മൾ ടൂലിപ്സിലെത്തി. ഡിന്നറൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ കാണാം. ബൈ നൗ.